SIRൽ ഒഴിവാക്കുന്നവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിലരത് കരട് പട്ടികയായും ചില കുബുദ്ധികൾ പഴയ ലിങ്ക് എടുത്ത് ഇതാണ് കരട് പട്ടിക എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും വാസ്തവമല്ല. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയാണ്. SIR രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ 56 ലക്ഷം ജനങ്ങളെയാണ് പശ്ചിമ ബംഗാളിൽ വെട്ടിയത്. അതിൽ 14-15 ലക്ഷം സ്ഥലം മാറിപ്പോയവരെന്നും പിന്നെ 10-14 ലക്ഷം പേർ മരണപ്പെട്ടു പോയവരെന്നും ഒക്കെയുള്ള കണക്കുകളാണ് നിരത്തുന്നത്. ബീഹാറിലെ അനുഭവം വെച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിൽ വളരെ ശക്തമായി ബൂത്ത് തലത്തിൽ ഈ ഒഴിവാക്കപ്പെടുന്നവരുടെ പട്ടിക പരിശോധിക്കുന്നുണ്ട്. ഇവിടെയും അത്തരമൊരു സംഗതിക്ക് എല്ലാവരും ജാഗ്രത കാണിക്കേണ്ടതാണ്. ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങളനുസരിച്ച് ഏറ്റവും കുറവ് ആളുകൾ ഒഴിവാക്കപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ചിലരൊക്കെ വല്ലാതെ ഊരിയിടുന്നുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ 19 ലക്ഷം ആളുകൾ അധികം വന്നു, അത് ബംഗാളികളാണ്, പഞ്ചാബികളാണ്, ആസാമികളാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അവരുന്നം വെച്ചത് മലപ്പുറം ജില്ലയൊക്കെ തന്നെയാണ്. പക്ഷേ മലപ്പുറം ജില്ലയിൽ അവർ വളരെ ശ്രദ്ധയോടെ ഈ പ്രവൃത്തി പൂർത്തിയാക്കി എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ചില സോഴ്സുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഏറ്റവും കുറവ് ആളുകൾ ഒഴിവാക്കപ്പെടാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അതൊരു 3% മാത്രമാണ്. സ്വാഭാവികമായി 3% മരണവും മറ്റുള്ള കാരണങ്ങളുമൊക്കെ കൊണ്ട് സ്വാഭാവികമായി ഒഴിവാക്കപ്പെടുന്നവയാണ്. എങ്കിലും വളരെ ശ്രദ്ധാപൂർവം ബൂത്ത് അടിസ്ഥാനത്തിൽ ഇത് നോക്കാവുന്നതാണ്. പട്ടിക ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും അതിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതിന് മുമ്പ് ഒഴിവാക്കപ്പെട്ടവർ സത്യത്തിൽ മരണപ്പെട്ടു പോയവരാണോ അതല്ല അല്ലാത്തവരാണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അതിൽ പരിശോധന നടത്താവുന്നതാണ്. ആ പ്രക്രിയ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് കരട് പട്ടിക പുറത്തിറങ്ങുകയുള്ളൂ. കരട് പട്ടിക ഇറങ്ങുന്നത് 23-നാണ്. ആ കരട് പട്ടിക ഇറങ്ങിയതിന് ശേഷം മാത്രം പിന്നെ നമുക്ക് പല കാര്യത്തിലും ആക്ഷേപമൊക്കെ കൊടുക്കാവുന്നതാണ്. എങ്കിലും ഓരോ മണ്ഡലത്തിലും എത്ര പേര് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് മറക്കാതിരിക്കണം. ഈ വീഡിയോ പങ്കുവെക്കുകയും ആളുകളെ അറിയിക്കുകയും SIR ആ സൈറ്റിൽ കയറി ബൂത്ത് അടിസ്ഥാനത്തിൽ തങ്ങളുണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്താവുന്നതുമാണ്. ഇനി ഇവിടെ വല്ലാണ്ട് കുറഞ്ഞില്ല എന്നോർത്ത് ഇതുപോലൊക്കെയാണ് ബീഹാറിൽ നടന്നത് എന്ന് വാദിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരോടൊരു കാര്യം പറയാനുള്ളത്, കേരളം വേറൊരു സാമൂഹിക രാഷ്ട്രീയ ബൗദ്ധിക മണ്ഡലത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ ഒഴിവാക്കപ്പെട്ടാൽ ആ ഒഴിവാക്കപ്പെടുന്നവരാരാണെന്നും എന്താണെന്നും ചോദിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ അവർ പോലും അറിയില്ല അവരിതിലുണ്ടെന്നും ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളത് പോലും. ആ യാഥാർത്ഥ്യം കൂടി അറിഞ്ഞു വേണം ഇതിനകത്ത് ബഹളമുണ്ടാക്കാൻ. ഏതായാലും പരിശോധന ഗൗരവമായി നടക്കണം, ബൂത്ത് അടിസ്ഥാനത്തിൽ നടക്കണം. എല്ലാവരും ആ പ്രക്രിയ ഉറപ്പുവരുത്തുകയും വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.